ബോസിലൂടെ വലിയ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് നടന് ഗബ്രിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിന് ജാഫറും. ഷോയിലേക്ക് പ്രവേശിച്ച ആദ്യ ദിവസങ്ങളില് ഇരുവരും സൗഹൃദത്തിലായത് വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു. പുറത്തുനിന്ന് കാര്യങ്ങള് പറഞ്ഞുറപ്പിച്ചു വന്നവരാണെന്നും ആരോപണമുണ്ടായി. ഇതിനിടയില് താരങ്ങള് പ്രണയത്തിലായി എന്നാണ് പരക്കെയുള്ള ആക്ഷേപം. പരസ്പരം ഇഷ്ടമാണെന്നും എന്നാല് അത് എന്ത് തരം റിലേഷൻഷിപ്പ് ആണെന്ന് പറയാന് സാധിക്കില്ലെന്നും ബിഗ് ബോസിനകത്ത് വച്ച് താരങ്ങള് തന്നെ പറഞ്ഞിരുന്നു. എന്നിട്ടും മത്സരത്തിനു ശേഷവും ഗബ്രിക്കും ജാസ്മിനും വിമർശനങ്ങളാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇരുവരെയും കൈനീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ആരാധകര്. കഴിഞ്ഞ ദിവസം താരങ്ങള് ഒരുമിച്ച് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ബിഗ് ബോസിന് ശേഷം രണ്ടാളും ഒരുമിച്ച് പാലക്കാട് നടന്ന ഒരു ഉദ്ഘാടനത്തില് പങ്കെടുക്കാൻ എത്തുകയായിരുന്നു. ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു. ഉദ്ഘാടനത്തിന്റെ വീഡിയോയും മറ്റ് വിശേഷങ്ങളുമെല്ലാം ചേർത്ത് യൂട്യൂബ് ചാനലിലൂടെ ഗബ്രി പങ്കുവച്ചിരുന്നു. ഇവിടെ തുടങ്ങുന്നു എന്ന ക്യാപ്ഷനിലാണ് പുതിയ വ്ളോഗുമായി ഗബ്രി എത്തിയത്. വളരെ പെട്ടെന്ന് ഈ വീഡിയോ ആരാധകരെ ഏറ്റെടുത്തതോടെ ദിവസങ്ങൾ കൊണ്ട് 10 ലക്ഷം പേരാണ് ഇത് കണ്ടിരിക്കുന്നത്. മാത്രമല്ല വീഡിയോ കണ്ടവര് 1 മില്യണിലെത്തിയെന്ന സന്തോഷം പങ്കുവെച്ചാണ് നടന് ഇപ്പോൾ വന്നത്. തങ്ങൾ ഒരുമിച്ചുള്ള യാത്രയെക്കുറിച്ചും ഇനിയങ്ങോട്ടുള്ള പദ്ധതികളെ പറ്റിയും പറഞ്ഞുകൊണ്ടാണ് തന്റെ സന്തോഷം ഗബ്രി ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചത്. ഈ പോസ്റ്റില് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ജാസ്മിനും ഷെയർ ചെയ്തിരിക്കുകയാണ്. ജീവിതത്തില് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതില് നന്ദിയും കൃതജ്ഞതയുമുണ്ട്. അതുപോലെ ഇതെനിക്ക് സ്വപ്നം നേടിയെടുത്തതിന് തുല്യമാണ്. ഞാനതില് വളരെ സന്തോഷവാനുമാണ്. നിങ്ങളെല്ലാവരുടെയും സ്നേഹത്തിനും പോസിറ്റിവിറ്റിക്കും ഒത്തിരി നന്ദിയുണ്ട്. കാറ്റ് എല്ലായ്പ്പോഴും ഒരു വശത്തേക്ക് ആയിരിക്കില്ല എന്നുള്ളതിന്റെ തെളിവ് ഇതാണ്. ഒത്തിരി സ്നേഹം. പിന്നെ എനിക്കേറ്റവും പ്രിയപ്പെട്ട ജാസ്മിന് സ്പെഷ്യൽ ആശംസകള്. അപ്പോൾ എങ്ങനെ അടുത്തത് പിടിച്ചാലോ എന്നുമാണ് ഗബ്രിയുടെ പോസ്റ്റിലൂടെ പറയുന്നത്. പിന്നല്ല, ഞാന് റെഡിയാണെന്ന് ജാസ്മിനും മറുപടിയുമായി എത്തി. അതേസമയം ജാസ്മിനും ഗബ്രിക്കും ആശംസകൾ അറിയിക്കുകയാണ് ആരാധകര്. ഇതുവരെ നടന്ന ബിഗ് ബോസ് സീസണുകളില് വച്ച് ഏറ്റവുമധികം വിമർശനം നേരിട്ടത് ഇരുവർക്കുമായിരുന്നു. ജാസ്മിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി കൂടെ ഉണ്ടായിരുന്നവര് പോലും ചതിച്ചിട്ട് പോവുകയായിരുന്നു. മാത്രമല്ല ഗബ്രിയുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരില് വിവാഹമുറപ്പിച്ചിരുന്ന വ്യക്തിയും ബന്ധം അവസാനിപ്പിച്ചു. എന്നാലും ഗബ്രിയും ജാസ്മിനും പൊളിയാണെന്ന് പറയുകയാണ് ആരാധകര്. ഇരുവരും ഒന്നിക്കണമെന്നാണ് ആഗ്രഹമെന്നും ചിലര് പറഞ്ഞെങ്കിലും അങ്ങനൊരു തീരുമാനം ഇരുവർക്കുമില്ലെന്നാണ് സൂചന. ബിഗ് ബോസ് താരങ്ങളായ ഗബ്രിയും ജാസ്മിനും വലിയ ജനപ്രീതിയാണ് സ്വന്തമാക്കിയത്. ഷോയില് നിൽക്കുമ്പോൾ ഇരുവരെയും വിമർശിച്ചിരുന്നവര് ഇപ്പോൾ പിന്തുണയുമായിട്ടാണ് എത്തുന്നത്. മത്സരത്തില് രണ്ടാളും വിജയിച്ചില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ചർച്ചയാക്കപ്പെട്ടത് ഇവരുടെ പേരാണ്. ഇപ്പോൾ ഉദ്ഘാടനങ്ങളും മറ്റുമായി പൊതുപരിപാടികളില് സജീവമാവുകയാണ് ജാസ്മിനും ഗബ്രിയും. ജാസ്മിന്റെ സ്വന്തം നാടായ കൊല്ലത്ത് ഒരു ഉദ്ഘാടനത്തിന് എത്തിയ വിശേഷങ്ങള് പങ്കുവെക്കുകയാണ് താരങ്ങള്. രണ്ടാളും ഒരുമിച്ചുള്ള സിനിമകൾ ഉണ്ടാവുമോ തുടങ്ങി മാധ്യമങ്ങളുടെ ചോദ്യത്തിന് രസകരമായ മറുപടി പറഞ്ഞിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും. ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷമുള്ള ഞങ്ങളുടെ 2ാമത്തെ പൊതുപരിപാടിയാണിത്. ഷോയിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ അനുഭവിച്ച ഒരു പ്രഷർ ഉണ്ടായിരുന്നു. അന്ന് ഡൗൺ ആയിട്ടാണ് നിന്നത്. അന്ന് ഞാൻ ചിന്തിച്ചത് വൈകാതെ ഒരു ഉയർച്ച ഉണ്ടാവുമെന്നായിരുന്നു. വൈകാതെ തന്റെ ഒരു സിനിമ റിലീസിനെത്തുമെന്നാണ് ഗബ്രി പറയുന്നത്. ഇപ്പോൾ ദൈവം സഹായിച്ചിട്ട് കുഴപ്പമില്ലാത്ത സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്. ഒരുപാട് സ്നേഹവും അഭിനന്ദനങ്ങളും കിട്ടുന്നുണ്ട്. പൊതുവായിട്ടുള്ള വാത്സല്യം ഒറ്റയ്ക്കും ഞങ്ങൾ 2 പേർക്കുമായിട്ടും ലഭിച്ചു. ജാസ്മിന്റെ നാടായ കൊല്ലത്ത് വരാന് പറ്റിയതിലും സന്തോഷമുണ്ടെന്നാണ് ഗബ്രി പറയുന്നത്. താനും ബിഗ് ബോസിൽ നിന്നിറങ്ങിയ സമയത്ത് ഒത്തിരി ഡൗൺ ആയി പോയിരുന്നു. പിന്നീട് ഇത്രയധികം സപ്പോർട്ടോ സ്നേഹമോ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്നെ ഒരു മോളെ പോലെ കാണുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊക്കെ സന്തോഷമുണ്ട്. പിന്നെ സ്വന്തം നാട്ടില് അതിഥിയായി വരാന് സാധിച്ചതിന്റെ സന്തോഷത്തിലാണ്. അങ്ങനെ വരാന് സാധിക്കുമെന്ന് ഞാന് സ്വപ്നത്തില് പോലും വിചാരിച്ചിട്ടില്ല. ചെറിയൊരു ബ്യൂട്ടി വ്ളോഗർ ആയിരുന്നു ഞാന്. ജാസ്മിനും പറയുന്നു, ജാസ്മിനെയും എന്നെയും വെച്ച് സിനിമ ചെയ്യാന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിലും നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും അഭിനയിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സിനിമയാണ്. എന്റെ കരിയറും സിനിമയാണ്. നല്ലൊരു സിനിമ അങ്ങനെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. പിന്നെ ജാസ്മിന് കുറച്ച് അഭിനയം പഠിപ്പിക്കേണ്ടി വരുമെന്നാണ് ഗബ്രി തമാശ രൂപേണ പറയുന്നത്. സൈബർ അറ്റാക്കിനെ അതിന്റെ മടയില് കയറി അടിച്ച 2 മുതലുകള്. പൊളിക്ക മക്കളെ, ഈ ഗബ്രിയാണ് സത്യത്തിലെ ആൺകുട്ടി. എത്രയൊക്കെ നെഗറ്റീവ് ഉണ്ടായിട്ടും ജാസ്മിന് കട്ട സപ്പോർട്ടാണ്. എന്നിങ്ങനെ ഇരുവർക്കും ആശംസകളുമായിട്ടാണ് ആരാധകരെത്തിയിരിക്കുന്നത്. എന്നാൽ ഗബ്രിയുടെ കൂടെയുള്ള ജാസ്മിന്റെ കൂട്ടുകെട്ടിനെ വിമർശിക്കുകയാണ് ചിലര്.
ജാസ്മിന് നിന്നെ കൊണ്ട് ഇവന് യൂട്യൂബിൽ റീച്ച് ആക്കാന് നോക്കുവാണ്. കാര്യം കഴിഞ്ഞ് അവന് നിന്നെ തേക്കും. നിനക്ക് ചിലപ്പോ തേച്ചു ശീലമുള്ള കൊണ്ട് പ്രോബ്ലം ഇല്ലായിരിക്കും. എന്റെ പൊന്നു ജാസ്മിനെ, ആഷോ കാരണം നിനക്കും നിന്റെ വീട്ടുകാർക്കും ഉണ്ടായ നാണക്കേടിന്റെ വ്യാപ്തി അറിയാഞ്ഞിട്ടാണോ അതോ അറിഞ്ഞില്ലെന്ന് നടിക്കുവാണോ? ഗബ്രിക്ക് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അവന്റെ വീട്ടുകാരെ ആരും ചോദ്യം ചെയ്യാനോ നാണം കെടുത്താനോ പോയിട്ടില്ല. ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കുക. ഒറ്റയ്ക്ക് ലൈഫില് മുന്നോട്ട് പോവാന് നോക്കുക. ഒരുപാട് നല്ല അവസരങ്ങൾ വരും. എല്ലാ സൗഹൃദങ്ങൾക്കും ഒരു അകലം വെക്കണം. നീ അത് ഇപ്പോഴും പഠിച്ചിട്ടില്ല. വീഴ്ചകളിൽ നിന്ന് പഠിക്കുന്നവനെ വിജയിക്കൂ. ജാസ്മിന് പക്ഷെ വീഴ്ചകളിൽ നിന്ന് ഒന്നും പഠിക്കുന്നില്ല. ഗബ്രിയുടെ സൗഹൃദം ഒരു സൈഡിലേക്ക് മാറ്റിവച്ചിട്ട് സ്വന്തം ലൈഫിന്റെ ഉയർച്ച നോക്കി മുന്നേറുക കുട്ടി. സ്വന്തം അച്ഛനും അമ്മയെയും ഇനിയും നാണം കെടുത്താതെ അവര് നിന്നെ ഓർത്ത് അഭിമാനിക്കുന്ന ദിവസങ്ങളിലേക്ക് കൊണ്ടുവരണം. ഒറ്റയ്ക്ക് തന്നെ മുന്നേറുക എന്നിങ്ങനെ പോവുകയാണ് കമന്റുകള്.